ബോസ് സീസൺ 6 ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് വലിയൊരു യുദ്ധം തന്നെയാണ്. അതായത് വീണ്ടും ഗബ്രിയും ജാസ്മിനും ഒരുങ്ങി തന്നെ പുറപ്പെട്ടിരിക്കുകയാണ്. അതായത് ഗബ്രിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. വലിയ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊമോ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീമിന്റെ പേരിലാണ് ഗബ്രി പ്രശ്നം ഉണ്ടാകുന്നത്. ഗബ്രി അവിടെ ഒരു ഐസ്ക്രീം വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്ത് ജാൻമണി എടുത്ത് കഴിക്കുന്നുണ്ട്. ആ സമയത്താണ് ഗബ്രി പ്രശ്നം ഉണ്ടാക്കുന്നത്. ഗബ്രിയും ജാസ്മിനും കൂടി ഒരു സ്ഥലത്ത് സോഫയിൽ അപ്പുറത്ത് ഇരിക്കുകയാണ്. ആ സമയത്ത് ഗബ്രി പറയാണ് അറ്റ്ലീസ്റ്റ് എടുത്ത് കഴിക്കണ സമയത്ത് ചോദിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമെന്ന്. അതേസമയത്ത് അപ്സരയൊക്കെ അവിടെയുണ്ട്. അപ്സര പറയാണ് അത് ആരുടേതാണെന്നൊന്നും അറിയില്ല, അറിഞ്ഞാലല്ലേ ചോദിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പറയണം. ഗബ്രി വളരെയധികം ഷൗട്ട് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ചോദിക്കേണ്ട മര്യാദയുണ്ട്, അതാണ് പറഞ്ഞത്. നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചു, അതിനൊന്നും പ്രശ്നമില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ചോദിക്കണം എന്ന് പറയുന്നുണ്ട്. റസ്മിൻ ബായിയും അതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. അതായത് നീ പറഞ്ഞ കാര്യങ്ങൾ വേറെ രീതിയിലാണ് നീ പറഞ്ഞേക്കുന്നത്, ഷൗട്ട് ചെയ്തേക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ജാൻമണി കരയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്സരയും വലിയ പ്രശ്നമൊക്കെ ആക്കുന്നുണ്ട്. അപ്സരയും പിന്നീട് കരയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ എല്ലാവരും കൂടി ബാത്റൂമിന്റെ സൈഡിൽ പോയിട്ട് ഡ്രസ്സിംഗ് റൂമിന്റെ അവിടെയൊക്കെ പോയിട്ട് ഇരുന്നിട്ട് ഭയങ്കര കരച്ചിലും വീഴ്ചയിലും ഒക്കെയാണ്. ജാസ്മിനും ഗബ്രിയുടെ കൂടെ നടക്കുന്നുണ്ട്. ഗബ്രി പെട്ടെന്ന് തന്നെ നമ്മുടെ ബാത്റൂമിന്റെ ഉള്ളിൽ കയറി പോകുന്നുണ്ട്. ജാസ്മിൻ പുറത്തിരിക്കുന്നുണ്ട്. ഗബ്രി ഗബ്രി എന്ന് വിളിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. പിന്നീട് കാണുന്നത് ജാസ്മിൻ കുറച്ച് പേരും കൂടിയിട്ട് ആ ബാത്റൂം സൈഡിൽ അവിടെ പോയിട്ട് ഗബ്രീന്ന് വിളിക്കുന്നതും കരച്ചിലുമാണ്. എന്തായാലും പ്രമുഖക്ക് താഴെ വന്ന കമന്റുകളാണെങ്കിലും രസകരമാണ്. കാരണം എല്ലാവരും ഇപ്പൊ ഇത് കണ്ണീർ സീരിയലാണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം എല്ലാ ദിവസവും ജാസ്മിന്റെ കരച്ചിലാണ് ഇപ്പൊ ഡെയിലി പ്രൊമോ ആയിട്ട് വരുന്നതും ഡെയിലി ഇപ്പോൾ ആൾക്കാർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതും. അവിടെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇതിപ്പം ഡെയിലി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയം ഉണ്ടാക്കുന്നതാണ് നമ്മൾ പ്രൊമോ ആയിട്ടും അതായത് എപ്പിസോഡിലായാലും കാണുന്നത്. ഇവർ തന്നെയാണ് മെയിനായിട്ട് കാണുന്നത്. അതായത് ഇവർ തന്നെ ഒരുമിച്ച് നടക്കുന്നു, ഇവർ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇവർക്കെതിരെ ഒരാൾ പറയുന്നു. ജാസ്മിന്റെ ഇന്നത്തെ കോസ്റ്റ്യൂമും കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഗബ്രീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ ഷർട്ട് എനിക്ക് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഗബ്രിയുടെ ഷർട്ടാണോ ഇട്ടിരിക്കുന്നതെന്നും അറിയത്തില്ല. പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് രണ്ട് ഭാഗത്ത് മുടിയൊക്കെ കെട്ടിയിട്ട് ഒരു മാതിരിയാണ് ഇരിക്കുന്നത് ജാസ്മിൻ. അതിൻ്റെ കൂടെ ഈ കരച്ചിലും കൂടി വരുന്നപ്പോഴേക്കും സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പ്രേക്ഷകരൊക്കെ നല്ല രീതിയിൽ ചിരിക്കുവാണ് അവർ കരയണ സമയത്ത്. എന്തായാലും ബാത്റൂം സൈഡിൽ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഇതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് പ്രൊമോയിൽ ഇന്ന് എന്തായാലും വരുന്നത്. അതായത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. ഒരു ഐസ്ക്രീമിന്റെ പേരിലാണ് ഗബ്രി അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഓൾറെഡി ഗബ്രിയുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ഇവിടെ എന്താ പറയുക ബാക്കിയുള്ളവരെല്ലാവരും സംസാരിക്കുന്നു. പിന്നെ ഇന്ന് ഋഷി ഉണ്ടാക്കിയൊരു പ്രശ്നം എന്തായാലും ഗബ്രിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതായത് ആ സമയത്ത് തിരിച്ചിട്ടോ ഒന്നും പറഞ്ഞിട്ടോ ഒന്നുമില്ലല്ലോ. ഋഷിയുടെ ഒരു പ്രശ്നത്തിൽ ജാൻമണിയാണ് ഇടപെട്ടതും. അതായത് ഋഷിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇവർ രണ്ടുപേരും നിന്നെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞതും. ആ ഒരു ദേഷ്യമായിരിക്കണം ഇന്ന് ഗബ്രി ജാൻമണിയുടെ അടുത്ത് കാണിച്ചത്. ജാൻമണിയാണ് ഐസ്ക്രീം എടുത്ത് കഴിച്ചത്. അപ്പോൾ അതിന്റെ പേരിലായിരിക്കണം ഇന്ന് ജാൻമണിയുടെ അടുത്ത് മനഃപൂർവ്വം എടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ട് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ഇതുവരെ ചാനൽ കാണാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.